ഗുഡ് ഈവനിംഗ് ഡേസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്തിലേക്ക് എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ 3 ദിവസം ഗംഭീര റാലി. ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്ത് നെഗറ്റീവിൽ തന്നെ ഇന്ന് ട്രേഡ് അവസാനിച്ചു. ഇന്ന് പണി പറ്റിച്ചത് IT സ്റ്റോക്കാണ്. എസ്പെഷ്യലി HCL ടെക് പോലെയുള്ള കമ്പനീസ് റിസൾട്ടിന് ശേഷം അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ IT സ്റ്റോക്കുകളുടെ കാര്യം പറയുമ്പോൾ IT സ്റ്റോക്ക് ഇന്ന് 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് IT ഇൻഡെക്സിലെ വൈപ്പ് ഔട്ട് ആയിപ്പോയ ഒരു ദിവസമാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കണ്ടുവരാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. എക്സ്പെക്റ്റഡ് ആയിരുന്നു നിഫ്റ്റി അതായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. എന്നാൽ ഒരു സമയത്ത് പോലും ഈ നിഫ്റ്റി പോസിറ്റീവിലേക്ക് വന്നില്ല. ഇടിഞ്ഞ് 24,367 സപ്പോർട്ട് എടുത്തതിന് ശേഷം 24,440 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഫോൾ ആയ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. പ്രധാനമായിട്ടും HCL ടെക്കിനോടൊപ്പം തന്നെ ഇൻഫോസിസും TCSും ടെക്കമ്മും ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. M&Mഉം ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് ടാറ്റ കൺസ്യൂമറും HULഉം NTPCയും ഇൻഡൽകോയും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളുമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ FMCG ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. നെസ്ലെ, HUL പോലുള്ള കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണയോട് കൂടിയിട്ട് നിഫ്റ്റി അതിശക്തമായിട്ട് മുന്നേറിയതായിരുന്നു. അപ്പോൾ ഇന്ന് 24,400 താഴെ നിഫ്റ്റി ക്ലോസ് നടത്തിയ ഒരു അവസ്ഥയാണുള്ളത്. സെൻസെക്സ് 757 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ന് മൂവ് ചെയ്ത മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ, ഈ ഷുഗർ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. എത്തനോളിലെല്ലാം തന്നെ ബ്ലെൻഡിങ് 100% ഗവൺമെൻറ് ഉയർത്തുമെന്നുള്ള ന്യൂസ്. ബൽറാം ചിനി പോലെയുള്ള കമ്പനീസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. BMLന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. BML ഒരു എക്സ്പ്ലോസീവ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. 8% റാലി കിട്ടി. കൂടാതെ തന്നെ 1300 പോയിൻ്റാണ് IT ഇൻഡെക്സിൽ ഫോളോ ആയത്. IT ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതൊരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത് തന്നെ വരും. അപ്പോൾ ഇപ്പോഴേ തന്നെ മനസ്സിലേക്ക് വെക്കുക, IT ഇൻഡെക്സ് ഒരു ദിവസം 1300 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്താനായിട്ട് ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുപോരാം. അതിനുശേഷം സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $37 ഉയർന്ന് 4,759. സിൽവർ ആവട്ടെ 1.5% ഉയർന്ന് 1.5% ഉയർന്ന് 78. ബിറ്റ്കോയിനും 1,300 പോയിന്റ് ഉയർന്ന് 78,000. ബ്രന്റ് ഓയിൽ 100 കടക്കുന്നു. നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്തു 2.7. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസ് ആണെന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഇപ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എന്നാലോ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ എന്താണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ഇതാണ്. രാവിലെ തന്നെ നിഫ്റ്റി നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. കാരണം ഇന്നലെ ചർച്ച നടന്നില്ല. ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടന്നില്ല. പക്ഷെ രാവിലെ നമ്മൾ കണ്ട വാർത്ത പോസിറ്റീവായിരുന്നു. ഈ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. അപ്പോൾ ഒരേ സമയം തന്നെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളും പോസിറ്റീവായിട്ടുള്ള വാർത്തകളും വന്നു. അപ്പോൾ ഈ യൂറോപ്യൻ മാർക്കറ്റ്, ഈ നമ്മുടെ US മാർക്കറ്റാണ് ഇത് കൃത്യമായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്തത്. കാരണം ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും നെഗറ്റീവായിരുന്നു. പക്ഷേ ഈ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തത് കൂടെ ഈ US ഫ്യൂച്ചർ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇൻസൈഡർ ട്രേഡിങ് ആരോപണമെല്ലാം തന്നെ ട്രംപിൻ്റെ മേലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ സെറോദോടെല്ലാം തന്നെ CEO പറഞ്ഞ പോലെ തന്നെ ഒരാൾ എൻ്റെ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഇതിനു മുമ്പ് കടന്നു പോയിട്ടില്ല. ട്രംപ് അധികാരം എടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു ഫോള് നമ്മൾ കണ്ടത് താരിഫായിരുന്നു, വലിയ ഗ്യാപ് ഡൗൺ. പിന്നീട് നമ്മൾ കണ്ടത് താരിഫ് 19% മാറ്റിയപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് 1,200 പോയിന്റ്. പിന്നീട് ഈ ഒരു ഇറാൻ യുദ്ധം. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പും ഗ്യാപ് ഡൗണുകളിലും എസ്പെഷ്യലി ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആരോപണത്തിന് കഴമ്പുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ന്യൂസ് കാണുന്ന ആളുകൾ വളരെയധികം എക്സ്പീരിയൻസ് ആയ ഒരുപാട് ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലും ഒരിക്കലും നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്നില്ല. കൃത്യമായിട്ടുള്ള തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിത്ത് വാല്യൂ അടക്കം നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. FISൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ FIS സെല്ലേഴ്സ് ആയിരുന്നു 1,919 കോടി രൂപ. അപ്പോൾ ഈ മാസം 42,203 കോടി രൂപ FIS സെല്ല് നടത്തി. 34,884 കോടി രൂപ മാത്രമാണ് DIs ബൈ നടത്തിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കണക്കൊക്കെ വരുന്നുണ്ട്.
എനിവേ ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ അവസ്ഥയിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാനും അതിന് മുമ്പ് സ്റ്റോക്കുകളുടെ വാർത്തകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ക്ലാസ് ഉണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്ന അവസരമാണ്. ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ജിൻഡാൽ സ്റ്റീൽ കമ്പനി അവർ ഡൗൺഗ്രേഡ് ചെയ്തു. നുവാമ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. പ്രീമിയർ എക്സ്പ്ലോസീവ് ഒരു 350 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. മംഗളം സിമെൻറ്റ് കമ്പനിക്ക് ഒരു മൈനിങ് പ്രൊജക്റ്റ് കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സുപ്രിയ ലൈഫ് സയൻസ് FDA അവിടെ ഇൻസ്പെക്ഷൻ നടത്തി ER റിപ്പോർട്ട് കിട്ടിയതുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. 6% റാലി കിട്ടി. എസ്കോത്ത് കുബൂത്ത കമ്പനി ഇവരുടെ ട്രാക്ടറിൻ്റെ ബിസിനസ് പുതിയ മോഡലെല്ലാം തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ദേവ് IT കമ്പനി മൈക്രോസോഫ്റ്റിൽ നിന്നൊരു ഓർഡർ കിട്ടി. 10% റാലി രേഖപ്പെടുത്തി. ടാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ് പ്രോഫിറ്റ് 75% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞു. കമ്പനി 17 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ടെസ്മാക്കോ റെയിൽ കമ്പനി 76 മില്യൺ റുപ്പീസിൻ്റെ ഓർഡർ വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഇൻഫോസിസ് OpenAI ആയിട്ട് പുതിയ ഒരു കൊളാബ് സൈൻ ചെയ്തു. ട്രെൻഡ് നെറ്റ് പ്രോഫിറ്റ് 320 നിന്ന് 410 ഉയർന്നു. കൂടാതെ ബോണസ് 1:2 അപ്രൂവ് ആയി. SBI ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 810 നിന്ന് 805 ഇടിഞ്ഞു. സ്റ്റോക്ക് 1.5% ഇടിഞ്ഞു. ടാറ്റ സ്റ്റീല് ഇവർ ഗൂഗിൾ ക്ലൗഡായിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സംഘം ഇന്ത്യ ഇവരെ സംബന്ധിച്ച് 9 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി ഇന്ന് 8% സ്റ്റോക്ക് ഉയർന്നു. ഹാവൽസ് 520 നിന്ന് 720 പ്രോഫിറ്റ് ഉയർത്തി. അമരരാജ ബാറ്ററി ഇന്ന് 16% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമരരാജ. അപ്പോൾ ഇന്ന് അവരുടെ ഈ ബാറ്ററി സെൽസിൻ്റെ എല്ലാം തന്നെ ഒരു എന്താണ് പറയുക, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തി. EV സെൽസിൻ്റെ എല്ലാം തന്നെ എന്നുള്ള ന്യൂസ്. പൈസ ഡിജിറ്റൽ കമ്പനി AI ബിസിനസ് എല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. നേരെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് കണ്ടുവരാം. 24,400 ഉള്ളത് നമ്മുടെ സ്ട്രൈക്ക് ഉള്ളത്. ഏകദേശം ഒരു യൂണിഫോമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. കൂടുതൽ കോൾ റൈറ്റിംഗ് കാണാം 25,000. സ്പോട്ടിൻ്റെ തൊട്ടടുത്തുള്ള 24,800 വലിയ തോതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. സപ്പോർട്ട് ഇപ്പോൾ ഉള്ളത് 24,000. എനിവേ ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. അവനിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ നാളെ രാവിലെ നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളൊക്കെ നോക്കാം. നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് ആക്ച്വലി ചർച്ച നടക്കേണ്ടതായിരുന്നു, 2ാം ഘട്ട ചർച്ച. അപ്പോൾ അതിലേക്കൊക്കെ പോയില്ല. നടക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷ. ത്രട്ടൺ ചെയ്തുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു ഡയലോഗാണ് അവസാനമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഡയലോഗല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ചാനൽ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുക. അത് പറയാൻ മറക്കാറുണ്ട് ഞാൻ. നിങ്ങൾ മറക്കരുത്. താങ്ക് യു ഓൾ.